വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. പ്രത്യേകിച്ച് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, ക്ഷമിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു നല്ല പുതിയ ദിവസവും ഒരു പുതിയ മാസവും നേരുകയാണ്. പുതിയ മാസം വരാൻ അധികം ദിവസങ്ങളില്ലല്ലോ, അതുകൊണ്ടാണ് അഡ്വാൻസായിട്ട് പറയുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മളൊക്കെ സുരക്ഷിതരായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കാൻ നമ്മൾ മറന്നു പോകരുത്. നമ്മളെ ദൈവം എത്ര സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുന്നുവെന്ന്. യുദ്ധവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നു. നമ്മൾക്കും അതിൻ്റേതായ ചെറിയ എഫക്റ്റുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ഡയറക്റ്റായിട്ട് ജോലി നഷ്ടപ്പെട്ടും അതുപോലെ തന്നെ ഭവനം നഷ്ടപ്പെട്ടു പലവിധമായ ക്രൂര പ്രവർത്തികൾക്ക് അതുപോലെ തന്നെ അതിൻ്റേതായ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്ന ജനതയെ ഓർക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് ഓർക്കണം. ദൈവം നമ്മളോട് കൂടി ഇരിക്കുന്നതിനായി അവന് നന്ദി പറയാം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം വായിക്കുമ്പോൾ, ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതൊക്കെ വിഷയമാണെങ്കിൽ പോലും അത് എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുകയും അതിനെക്കുറിച്ചൊരു ചെറിയ കാര്യം ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, യേശു ക്രിസ്തുവിൻ്റെ കുരിശ് താങ്ങിയ കുറേനക്കാരനായ ശിമയോനെക്കുറിച്ച്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എല്ലാ ഗുഡ് ഫ്രൈഡേയും വായിച്ച് കേൾക്കും, അല്ലാതെയും വായിക്കാറുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കിയപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് രണ്ട് വാക്ക് പഠിക്കണമെന്ന്, അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യം ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. യേശുവിൻ്റെ കുരിശ് വന്ന കുറേനക്കാരനായ ശിമയോൻ്റെ ആക്ച്വലി വോളണ്ടറി ആയിട്ട് വന്ന് കുരിശ് വഹിക്കുകയല്ലായിരുന്നു ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. ലൂക്കോസിന് ശേഷം 23-26 വാക്യത്തിൽ പറയുന്നത്, റോമ പടയാളികൾ വയലിൽ നിന്നും വന്നു ചേർന്ന ശിമോനെ നിർബന്ധിച്ച് കുരിശ് ചുമപ്പിക്കുന്നുവെന്നാണ്. കർത്താവ് അത്രമാത്രം ക്ഷീണിതനായി കുരിശ് വഹിപ്പാൻ പോലുള്ള ശക്തിയില്ലാതെ പല പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിതനാണെന്ന് അവർക്ക് പട്ടാളക്കാർക്ക് മനസ്സിലായപ്പോൾ ഒരു സപ്പോർട്ടിനായിട്ട്, ഒരു താങ്ങിനായിട്ടൊരാളെ അവർ നിയമിക്കുകയാണ്. ആ വ്യക്തി അപ്പോൾ വയലിൽ നിന്ന് കടന്നു വരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തെ നിർബന്ധിച്ച് കുരിശ് ചുമപ്പാനായിട്ട് ഏൽപ്പിക്കുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നു. പ്രിയരെ, പലപ്പോഴും നമ്മൾ ഇത് ശിമോൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. നമ്മൾ വോളണ്ടറി ആയിട്ടായിരിക്കില്ല കുരിശിൻ്റെ അടുത്തേക്ക് വരുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും അവിടേക്ക് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നില്ലായിരുന്നു. അവൻ്റെ രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്കൊക്കെ ഭാഗ്യം ലഭിച്ചതിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ നിയമം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വില കൊടുക്കണം. അതായത് പാപപരിഹാരത്തിനായിട്ടുള്ള രക്തത്തിൻ്റെ വില കൊടുത്ത് നമ്മൾ രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം യേശുവിനെ, അവൻ്റെ സ്വന്തം മകനെ നമുക്ക് രക്ഷിതാവായി ഭൂമിയിലേക്ക് അയക്കുകയും അവൻ്റെ ക്രൂശിലെ മരണത്താൽ ആ രക്തം വീണ്ടെടുപ്പിൻ്റെ വിലയായി നമ്മൾക്കായി അവൻ നൽകി. നമ്മുടെ പിതാവായ ദൈവം നമ്മളെ സ്വീകരിച്ച് ക്രിസ്തുവിൽ കൂടെ നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ മക്കളാക്കി തീർത്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നിർബന്ധിച്ച് കുരിശ് ചുമപ്പിച്ച ആ ശിമയോന് ഒരു യഹൂദനായിരുന്നു. ആക്ച്വലി അവരുടെ വിശ്വാസപ്രകാരം ഉള്ള കാര്യങ്ങളോ അല്ല, അതിൽപ്പെട്ടതൊന്നും അല്ല അവിടെ നടന്നത്. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, പടയാളികളാണല്ലോ നിർബന്ധിക്കുന്നത്, അതുകൊണ്ട് അതിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ പല സന്ദർഭങ്ങളിലും കർത്താവിനെ നമ്മൾ സ്വീകരിക്കാൻ മടി കാണിക്കുന്നവരും, അതുപോലെ തന്നെ കർത്താവിൻ്റെ ശബ്ദം കേട്ടാലും വചനം കേട്ടാലും അതിന് വേണ്ടതായ പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ച് നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ കർത്താവിനെ സൈഡിലിരുത്തിയിട്ട് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെയും പ്രയോറിറ്റി നൽകി നമ്മൾ ജീവിച്ച് നമ്മളുടെ ജീവിത ഏകദേശം അവസാനിക്കാറാകുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മളുടെ കാലം കഴിഞ്ഞു പോയി എന്നുള്ളത്. നമ്മുടെ നാളുകൾ വളരെ ചുരുക്കമായിരിക്കുന്നെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും അതിനുള്ള പലർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ
എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ യഹൂദനായ ശിമയോൻ നോർത്ത് ആഫ്രിക്കയിൽ ഉള്ള സൈറൈൻ എന്ന സ്ഥലത്തു നിന്നും പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് ജെറുസലേമിലേക്ക് കടന്നു വന്നതായിരുന്നു. നമുക്കറിയാം, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ യഹൂദന്മാരും പെസഹ പെരുന്നാളിന് അവർ ജെറുസലേമിൽ വന്ന് ചേരുക പതിവാണ്. കാരണം അവരുടെ കൽപ്പന പ്രകാരം അവരുടെ 3 വർഷത്തിൽ 3 പ്രാവശ്യം അവർ ജെറുസലേമിൽ വരേണ്ടതായ ആവശ്യമുണ്ട്. എല്ലാ പുരുഷന്മാരും പെസഹ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, അതുപോലെ തന്നെ അവരുടെ പെന്തക്കോസ്തി പെരുന്നാൾ, ഈ 3 പെരുന്നാളിലും അവർ വന്നു ചേർന്ന് അവർ ജെറുസലേമിൽ താമസിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ദേവാലയത്തിൽ അവർ യാഗമൊക്കെ അർപ്പിക്കും. അവരുടെ വിശ്വാസപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തിരിച്ചു പോകുന്ന കാര്യങ്ങളാണുള്ളത്. അങ്ങനെ വന്നു ചേർന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മളുടെ ശിമയോൻ, കുറേനക്കാരനായ ശിമയോൻ. ഇന്നത്തെ ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ ലിബിയയുടെ അടുത്തായിട്ട് വരും ഈ സ്ഥലം. അതുപോലെ തന്നെ നോക്കുമ്പോൾ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ടല്ലോ, അത് എത്യോപ്യയിൽ നിന്ന് വന്നിരുന്ന ഷണ്ണനെ വന്നിട്ട് അന്ന് പെസഹ പെരുന്നാളിൽ പെന്തക്കോസ്തി പെരുന്നാളിലുമൊക്കെ സംബന്ധിക്കാനായിട്ട് ജെറുസലേമിൽ വന്നായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് രഥത്തിൽ തിരിച്ചു പോകുമ്പോൾ ഫിലിപ്പോസിൻ്റെ ദൈവം ആത്മാവ് അവനോട് സുവിശേഷം പറയുവാനും അവൻ സ്നാനമെടുക്കുവാനായിട്ടൊക്കെയും ഇടയാക്കിയെന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ കാര്യങ്ങളും ദൈവനിശ്ചയപ്രകാരം അത് എവിടെ വെച്ച് നടക്കണമോ അവിടെ വെച്ച് നടക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരിക്കലും കുറേനക്കാരനായ ശിമയോന് ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ നിർബന്ധിച്ച് കുരിശ് ചുമക്കേണ്ടതായി വന്നു. അങ്ങനെ കാൽവറി വരെയും അവൻ്റെ കുരിശ് ചുമന്ന് കർത്താവിനെ സഹായിച്ച ഒരു വ്യക്തി. ഈ കുറേനക്കാരനായ ശിമോന് അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവാണ് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിർബന്ധിച്ച് കുരിശ് ചുമപ്പിച്ച് എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം ത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിൽ മർക്കോസിൻ്റെ സുവിശേഷം 15-21 വാക്യത്തിൽ സൈമനെക്കുറിച്ച് അലക്സാണ്ടറിനെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. സൈമനെ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാർക്ക്, അതായത് മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ, ഗോസ്പൽ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് റോമയിലുള്ള വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ്. റോമൻ പ്രൈമറി ഓഡിയൻസ് അവർ റോമക്കാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏർലി റോമൻ ചർച്ചിൽ നല്ലവണ്ണം അറിയപ്പെട്ടിരുന്ന ലീഡേഴ്സായിരുന്നു അലക്സാണ്ടറും റൂഫസും. അതുകൊണ്ടാണ് അവരുടെ പിതാവെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്, അവർ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ചർച്ച് ഹിസ്റ്ററി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് സൈമൻ്റെ കൺവെർഷനും റോമിലുള്ള ലീഡർഷിപ്പൊക്കെയും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ കുരിശ് ചുമക്കുന്നതിൽ കൂടി ശിമോനും കുടുംബവും അവർ ഡിവോട്ടഡ് ക്രിസ്ത്യൻസായി മാറി എന്നുള്ളതാണ്. അവർ യഹൂദ പാരമ്പര്യത്തിൽ നിന്നും അവർ ക്രിസ്തുവിനെ സ്വീകരിച്ച് അവർ ക്രിസ്ത്യാനികളായി മാറി. അപ്പോസ്തല പ്രവൃത്തിയിൽ 16 അധ്യായത്തിൽ അപ്പോസ്തലനായ റോമൻസിൽ അപ്പോസ്തലനായ പൗലോസ് 16 അധ്യായം 13 വാക്യത്തിൽ ശിമോൻ്റെ മകൻ റൂഫസിനെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഗ്രീറ്റിങ്സ് റൂഫസിനെയും അവൻ്റെ അമ്മയ്ക്കും പറയുമ്പോൾ അവൻ്റെ അമ്മ എനിക്ക് അമ്മയായിരുന്നു എന്ന് പറയുന്നു. ഇതിൽ കൂടി ശിമോൻ്റെ ഭാര്യയും മക്കളും ഏർലി ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ വളരെ ഡീപ്പായിട്ട് ഇൻവോൾവ് ആയിരുന്നുവെന്നും അവർ വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമാലേഖനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 16 അധ്യായം 13 വാക്യത്തിൽ കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവിനെന്ന്. അപ്പോൾ
ഒരു അമ്മയുടെ സ്ഥാനത്ത് ഒരമ്മ ഒരു സഭയിൽ എങ്ങനെ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് രൂഫസിൻ്റെ അമ്മ വളരെ വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ ശിമോൻ്റെ ഭാര്യയും അന്ന് ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, ചർച്ചിൻ്റെ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആയിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 2:10 നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി 4-ാം വാക്യത്തിൽ വായിക്കുന്നത് മാളികയിൽ അന്ന് കൂടിയിരുന്ന 120 പേര് അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ 10-ാം വാക്യത്തിൽ പറയുന്ന ഖുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിൽ നിന്നുള്ള യഹൂദന്മാരും അവിടെ ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ അവരുടെ ഭാഷയിൽ അവർ കേൾക്കുകയാണ്, അവരുടെ മദർ ടങ്ങിൽ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അന്ന് അവിടെ കൂടിയിരുന്നവരും യഹൂദന്മാരായിരുന്നു. അവർ പെന്തിക്കോസ്തി പെരുന്നാളിന് വന്നവരാണ്. അവർ സുവിശേഷം കേൾക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനത്തിന് സാക്ഷികളാകുകയും ചെയ്തു. പിന്നീട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശിമോൻ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ, അക്കോർഡിംഗ് ടു അപ്പോക്രിപ്പിക്കൽ ആക്ട്സ് ഓഫ് ശിമോൻ ആൻഡ് ജൂഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവാഞ്ചലിസം, ഈജിപ്തിൽ ശിമോൻ വന്നിട്ട് ഇവാഞ്ചലിസം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ ശിമോൻ നോർത്ത് ആഫ്രിക്കയിലേക്ക് തിരികെ ചെന്നുവെന്നും ഈജിപ്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഗോസ്പൽ പ്രീച്ചിങ് ചെയ്തുവെന്നും ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനമായി അതേ ട്രഡീഷൻ പറയുന്നത് ശിമോന് വിശ്വാസത്തിന് വേണ്ടി, അതായത് ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിന് വേണ്ടി AD 100 അറൗണ്ട് 100 രക്തസാക്ഷിയായി തീർന്നുവെന്നാണ്. അദ്ദേഹത്തെ 2ആയി പിളർന്ന് രക്തം ചോർന്ന് ആണ് അദ്ദേഹം മരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിയൻസ് അവർ നോക്കിക്കഴിഞ്ഞാൽ ഈ 1941 ഒരു ഫസ്റ്റ് സെഞ്ച്വറി ജൂയിഷ് ബറിയൽ കേവ് വന്നിട്ട് കിദ്രോൻ വാലി, ജെറുസലേമിലുള്ള കിദ്രോൻ വാലിയിൽ നിന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. അതിൻ്റെ ഉള്ളിൽ ഒരു ബോണിൻ്റെ ബോക്സ് കണ്ടെടുത്തു. അതിൽ അലക്സാണ്ടർ സൺ ഓഫ് സൈമൺ എന്ന് സ്പെസിഫിക്കായിട്ട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഈ സൈറനിലുള്ള ശിമോനുമായിട്ടുള്ള ഒരു കണക്ഷനായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസ് അതൊരു സ്ട്രോങ് ഫിസിക്കൽ ഫിംഗർ പ്രിൻ്റായിട്ട് മാച്ചിങ് ആയിട്ട് ആ എക്സാക്റ്റ് ഫാമിലി ലൈനുമായിട്ട് മാച്ച് ആകുന്ന ഒരു റെക്കോർഡായിട്ട് അവർ ഗോസ്പലിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ആ കുടുംബത്തെ റെഫറൻസ് ആയിട്ട് കരുതപ്പെടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം യേശുവിൻ്റെ കുരിശ് ചുമക്കേണ്ടി വന്ന ഖുറേനക്കാരനായ ശിമയോൻ പിന്നീട് രക്തസാക്ഷിത്വം വരെയും വഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ക്രിസ്ത്യാനികളായി മാറി ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചു, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് നമ്മൾക്ക് സുവിശേഷം എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. നമ്മൾക്ക് ഏത് ചാനലിൽ കൂടെ ആയാലും ഏത് മീഡിയത്തിൽ കൂടെ ആയാലും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും അല്ലാതെയും വായിക്കുവാനും എല്ലാ രീതിയിലും നമുക്ക് ഇന്ന് എല്ലാം അവൈലബിൾ ആണെന്ന് നമുക്കറിയാം. ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ബൈബിള് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇലക്ട്രോണിക്കലി ഉള്ളതും എല്ലാ രീതിയിലുള്ള ഓഡിയോ ബൈബിളുണ്ട്, വീഡിയോ ബൈബിളുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഈ കാലത്ത് മനുഷ്യൻ ഒരു കുറച്ച് സമയം കർത്താവിന് വേണ്ടി, അവൻ്റെ വചനം കേൾക്കാൻ വേണ്ടി, അല്ലെ അവൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുവാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. നമ്മളാരും രക്തസാക്ഷികളായി മാറിയിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അത്രയും ക്രൂരമായ പീഡനം അനുഭവിക്കുന്നില്ല. എന്നാൽ ഇന്ന് പീഡനം അനുഭവിക്കുന്ന അനേക ദൈവമക്കളും ദൈവദാസന്മാരും ഉണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ട ഒരു വിടുതൽ ലഭിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വിശ്വാസം എല്ലാ ജനങ്ങളിലേക്കും പകരേണ്ടതിനായിട്ടും അവൻ രാജാവായി കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവരുടെ സന്നിധിയിൽ കാണുവാനായിട്ടും നമ്മൾ അതിനായി ശ്രമിക്കാം, അതിനായി ജീവിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ദയവ് ചെയ്ത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, പ്ലീസ് ലൈക്ക് ചെയ്യണം. ബൈ.